ഹലോ കൂട്ടുകാരെ, നല്ലൊരു വണ്ടർഫുൾ തിങ്കളാഴ്ചയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാ വിഷസും ഓരോന്നോരോന്നായിട്ട് ഫുൾഫിൽ ആവുകയാണെങ്കിൽ, എല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ആ ഡ്രീം ലൈഫ് നിങ്ങൾക്ക് സാക്ഷാത്കാരമാവുകയാണെങ്കിൽ എന്തൊരു മനോഹരമായിരുന്നു അല്ലേ? എന്ത് മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം. അപ്പോൾ ഇന്നത്തെ മാജിക് ബുക്ക് റീഡിങ്ങിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, മേക്ക് ഓൾ യുവർ വിഷസ് കം ട്രൂ. വെൽക്കം ടു ഡേ 13. ഇത്രയും ദിവസം നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് മാജിക് പ്രാക്ടീസസ് ചെയ്തവർ എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ഹെൽത്ത്, മണി, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങൾക്കും, ഓക്കെ, നിങ്ങളുടെ ലാപ്ടോപ്പ്, ടേബിൾ, ഫോൺ, എല്ലാത്തിനും താങ്ക് യു പറഞ്ഞ ഒരു പ്രാക്ടീസാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് സേ താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര മാജിക്കലാണ്. നമ്മുടെ ഒരു സീക്രട്ട് സോസ്, ഓക്കെ, സീക്രട്ട് ഫോമിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ ആരോഗ്യത്തിലായാലും ശരി, ഫൈനാൻസ്, കരിയർ, നിങ്ങളുടെ ബന്ധങ്ങൾ, അതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ലെവലിൽ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ എല്ലാവരും ചില സമയത്ത് ആലോചിച്ച് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിക്കും, ഓ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഞാൻ ഇത്ര വയസ്സായില്ല, ഇനി എങ്ങനെ എനിക്ക് പുതിയ ജോലി കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെ ഞാൻ എൻ്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും, 30 വയസ്സായി 40 വയസ്സായി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവരോടാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ഒന്നിനും വൈകിയിട്ടില്ല. ദർ ഇസ് എ ഡിവൈൻ ടൈമിങ്. അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, റോണ്ട ബയർ എക്സ്പെരിമെൻറ്റ് ചെയ്ത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത ഭയങ്കര മാജിക്കലായിട്ട് എല്ലാവർക്കും വർക്കൗട്ടായ ഒരു ടെക്നിക്കാണ് ഇത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, അത് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുക. എന്നിട്ട് കമൻസിൽ വന്നിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരുന്നോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടാനായി ഞാൻ കാത്തിരിക്കുകയാണ്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടെക്നിക്ക്. എന്താണ് ടെക്നിക്ക് നോക്കാം. ഇമാജിനേഷൻ ഇസ് എ ട്രൂ മാജിക് കാർപ്പറ്റ്. ഓക്കെ, അപ്പം നമ്മൾ പല സമയത്തും അത് നോർമൻ വിൻസെൻ്റ് പേൽ ഭയങ്കര ഫേമസ് റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ഇമാജിനേഷനാണ് നമ്മുടെ ട്രൂ മാജിക് കാർപ്പറ്റ്. നമ്മൾ അലാദീനിലൊക്കെ കണ്ടിട്ടില്ലേ മാജിക് കാർപ്പറ്റും മാജിക് അത്ഭുത വിളക്കും ഒക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു ഫാൻറ്റസിയാണ് അല്ലേ? അതൊക്കെ കാർട്ടൂൺസിൽ കാണുള്ളൂ, അല്ലെങ്കിൽ പിക്ചറിൽ കാണുള്ളൂ. അപ്പോൾ അത് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന, നമുക്കിങ്ങനെ ആകാശത്ത് കൂടെ പറക്കുന്നതല്ല ഞാൻ പറയുന്നത്, പ്ലെയിൻ അല്ലാതെ. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മുടെ ഡിസയേഴ്സിനെ നമ്മൾ ഒരിക്കലും മാറ്റി വെക്കരുത്. നമ്മുടെ ആഗ്രഹങ്ങൾ, ഓക്കെ, അത് ഏറ്റവും മനുഷ്യർക്ക് മാത്രം കിട്ടിയൊരു വണ്ടർഫുൾ ഗിഫ്റ്റാണ് അല്ലേ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇമാജിൻ ചെയ്യാം, ഭയങ്കര ക്രിയേറ്റീവ് ആവാം. അപ്പം നമ്മുടെ ജീവിതം നമ്മളൊരു മൂവി ആയിട്ട് ഡയറക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഏറ്റവും എക്സൈറ്റ്മെൻറ്റും അഡ്വഞ്ചറും ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടെ ഒരു മൂവി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഓക്കെ, അതിലൊരു നെഗറ്റീവ് എലമെൻറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ജീവിതമല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ, നമ്മൾ ആലോചിക്കുമ്പോൾ, വാവ് എനിക്ക് ആ ഡ്രീം ജോലി കിട്ടി, വാവ് എനിക്ക് ആ മാജിക്കൽ ആൾക്കാരാണ് എൻ്റെ ജീവിതത്തിലുള്ളത്, എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കലീഗ്സാണ് ഉള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഭയങ്കര എനർജറ്റിക് ആയിട്ടും ആരോഗ്യത്തോടും കൂടിയാണ് എനിക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റുന്നത്. എല്ലാ ദിവസവും ഞാൻ ജോഗിങ്ങിന് പോകും, വാക്കിങ്ങിന് പോവാണ്, ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ്, എൻ്റെ എല്ലാ ഓർഗൻസും പെർഫെക്റ്റ്ലി ഫങ്ഷൻ ചെയ്യാണ് എന്നൊക്കെ നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമുക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ഭയങ്കര റിഗ്രറ്റോട് കൂടി അങ്ങനെ ആയില്ലേ ഇങ്ങനെ ആയില്ലേ, ഇനി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അയ്യോ ഇതെന്താവും, എൻ്റെ കുട്ടികളുടെ റിസൾട്ട് എന്താവും, എൻ്റെ കുട്ടികളുടെ ഭാവി എന്താവും, അങ്ങനെ ആലോചിച്ച് വറി എനർജിയിലിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഫെയ്ത്തോടെ ആ ഈശ്വരനിൽ നമ്മളെ സൃഷ്ടിച്ച ക്രിയേറ്ററിനോട് ഫുൾ ഫെയ്ത്തോടെ എല്ലാം സമർപ്പിച്ച്, എനിക്കറിയാം എന്നെ ഒരു ശക്തി എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യാനുള്ള ജോലികൾ, കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ശക്തി എന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ കുടുംബത്തിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പം നിങ്ങളുടെ ചോയ്സാണ്, നമ്മളെല്ലാവരുടെയും ചോയ്സാണ്. നമ്മൾ ഓരോ ദിവസം എങ്ങനെയാണ് കാണുന്നത്, ഭയങ്കര വെറിയ എനർജിയിലാണോ അതോ ഭയങ്കര ഉറച്ച വിശ്വാസത്തിൻ്റെയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ ആണോ നമ്മൾ മുന്നിൽ കാണുന്നത്. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ വീഡിയോ കുറച്ച് നീളാൻ സാധ്യതയുണ്ട്, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഞാൻ ഓരോന്നും വായിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുക. റിസൾട്ട് ഷുവറാണ്, 100%. ഓക്കെ, if you have been following the magical practices day by day, you have now built an amazing foundation by practicing gratitude for everything you have received and continue to receive in your life. But today is an exciting day because you're going to begin to use gratitude's magical power for your dreams and desires. അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം മാജിക്കൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒക്കെ ചെയ്തു, പക്ഷേ ഇന്ന് സ്പെസിഫിക്കലി നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള പ്രാക്ടീസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, hundreds of native cultures through the centuries have traditionally given thanks for what they want before they receive it. ഒരു ഇമ്പോർട്ടൻറ്റ് സീക്രട്ടാണിത്. ഓക്കെ, കുറേ കാലങ്ങളായിട്ട് ഇതിൻ്റെ സീക്രട്ട് മനസ്സിലാക്കിയവർ പ്രാക്ടീസ് ചെയ്തൊരു കാര്യമാണ്. നമുക്ക് അത് നമ്മൾ റിസീവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കയ്യിൽ എന്താണ് നമ്മുടെ ഡ്രീം, അത് നമ്മൾ സ്വീകരിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അതിന് താങ്ക് യു പറയുന്നു. അതാണ് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ നമ്മൾ ഒരു ഗിഫ്റ്റ് തരുവാണ്, ഓക്കെ, നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുവാണ്, അപ്പോൾ ഉടനെ നമ്മൾ താങ്ക് യു പറയും, അല്ലേ? അപ്പോൾ അതിന് മുന്നേ ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് തരാൻ പോകണമെന്ന് നമുക്കൊരു അറിയാം, നമ്മുടെ ബർത്ത്ഡേന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ വ്യക്തിയോട് മനസ്സുകൊണ്ട് നന്ദി പറയുന്നു. ഓക്കെ, എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടി, താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്തോ ഫാമിലി മെമ്പറിൻ്റെ അടുത്തോ ഒരു ഹെഡ്ഫോൺ എന്ന് വിചാരിക്കുക, ഓക്കെ, ഗിഫ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ബർത്ത്ഡേ വരുവാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ താങ്ക് യു പറയണം. ഓക്കെ, അപ്പോൾ കാരണം എന്താ, നിങ്ങൾക്ക് ഷുവറാണ് നിങ്ങൾക്ക് അത് കിട്ടാൻ പോവുകയാണെന്ന്. കാരണം ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബർത്ത്ഡേന് വാങ്ങിത്തരാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ മാതാപിതാക്കളോ ഫ്രണ്ടോ ഹസ്ബൻഡോ വൈഫോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഓൾറെഡി പറയുന്നു, ഈ ബർത്ത്ഡേന് ഹെഡ്ഫോൺ വാങ്ങിത്തരാം. അപ്പോൾ വാവ്, താങ്ക് യു. അപ്പോൾ തന്നെ നിങ്ങൾ താങ്ക് യു പറയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അത് കിട്ടാൻ പോകണമെന്ന്. അതേപോലെ നിങ്ങളുടെ ഓരോ ഡ്രീമും, ഓക്കെ, നിങ്ങളുടെ ഈശ്വരനോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് പറയുകയാണ്, എനിക്കിത് വേണം കേട്ടോ, എന്നിട്ട് ഉടനെ തന്നെ താങ്ക് യു. കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ അത് വരും. അന്ധമായ വിശ്വാസം അല്ലാതെ, ഓക്കെ, ഉറച്ച വിശ്വാസമാണ്. നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ, നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങളുടെ കറക്റ്റായിട്ട് ഗ്രാറ്റിറ്റ്യൂഡും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പം നമ്മൾ ഇതിൽ പൈസ ആയിട്ടല്ല പ്രതിഫലം നൽകുന്നത്. ഓക്കെ, നമ്മൾ എന്തായിട്ടാണ് താങ്ക് യു. ഓക്കെ, ആരെങ്കിലും ഗിഫ്റ്റ് തന്നാൽ നമ്മൾ പൈസ കൊടുക്കില്ലല്ലോ, എന്താ പറയുക, താങ്ക് യു, അല്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് ഈശ്വരനിൽ നിന്ന് ഓരോ ഗിഫ്റ്റും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ഓരോ ബന്ധങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സമ്പാദ്യം, ഓക്കെ, നിങ്ങളുടെ ആരോഗ്യം, അങ്ങനെ കുറേ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്നും ഈശ്വരനിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ താങ്ക് യു പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു ഹെൽത്ത് ചാലഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക, ഓക്കെ, കുറച്ച് ദിവസമായിട്ട് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈശ്വരനോട് നിങ്ങൾ സമർപ്പിച്ചു, ഓക്കെ, എൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ടും ശരിയാവുകയാണ്. നിങ്ങൾ ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിക്കുന്നുണ്ട്, ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ആ ഫാസ്റ്റ് റിക്കവറി വേണം. അപ്പോൾ നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫുഡ് എന്താണ് ഇൻടേക്ക് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് കഴിച്ച് നിങ്ങൾ പറയണം താങ്ക് യു. എൻ്റെ ആരോഗ്യം പെർഫെക്റ്റായി. നിങ്ങൾ ഓരോ മരുന്ന് കഴിക്കുമ്പോഴും തന്നെയാണ് പറയേണ്ടത്, എൻ്റെ ആരോഗ്യം പെർഫെക്റ്റായി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പോൾ അതാണ് ഈ ട്രിക്ക്. Okay, Egyptians have celebrated the flooding of Nile River since ancient times to ensure the continual flow of water in the river. American Indians and Australian Aborigines performed rain dances. Various African tribes perform ceremonies for their food before they hunt for it. And the very nature of prayer in every culture and religion is giving thanks before having received what is desired. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലും നമ്മൾ കുറേ കാര്യങ്ങൾക്ക് നന്ദി പറയുന്നുണ്ട്, പ്രെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ആഫ്രിക്കയിലും ഈജിപ്തിലും എല്ലാത്തിലും ഓക്കെ നന്ദി പറയുന്നുണ്ട്. അങ്ങനെ സോ യു അട്രാക്ട് യുവർ ഡിസയർ ടു യു. യു ഹാവ് ടു ഫീൽ ആസ് ദോ ഇറ്റ് ഈസ് യോഴ്സ്. സോ ദാറ്റ് ഹൗ യു ഫീൽ ഇസ് ഓൾസോ ലൈക്ക് ഹൗ യു വുഡ് ഫീൽ വെൻ യു ഹാഡ് വാട്ട് യു വാണ്ടഡ്. ഓക്കെ, ഈ സെൻറ്റൻസ് കുറച്ച് കൺഫ്യൂസിങ് ആയി തോന്നാം, സിമ്പിളാക്കി പറഞ്ഞുതരാം. നിങ്ങൾക്കത് കിട്ടിയാൽ നിങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു പുതിയ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, കുറേ പോയി ചിലത് നോക്കി ഇഷ്ടമായില്ല, അല്ലെങ്കിൽ ബഡ്ജറ്റ് ശരിയായില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇത്രയും തിരഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളൊരു കാറ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്?
ഭയങ്കര ആഹ്ലാദം, ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു സമാധാനം. വാവ്, എനിക്കത് ഫൈനലി കിട്ടിയല്ലോ, എനിക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞല്ലോ. അതേപോലെ തന്നെ ഒരു ജോലി, ഓക്കെ, നിങ്ങളുടെ എൻട്രൻസ് ഒക്കെ എഴുതി പാസ്സായി, നിങ്ങൾ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം, PSC ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി, നിങ്ങൾ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്തു അതിന് വേണ്ടിയിട്ട്, എന്നിട്ട് അവസാനം നിങ്ങൾക്കത് കിട്ടുകയാണ്. ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? നിങ്ങൾ എല്ലായിടത്തും അത് പറയും, നിങ്ങൾ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, നിങ്ങൾ ദൈവത്തിൽ പോയിട്ട് ദൈവത്തിൽ അർപ്പിക്കും നിങ്ങളുടെ വിജയം അല്ലേ, ദൈവത്തിനോട് താങ്ക് യു പറയും. അപ്പം അതേ ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസയർ നിങ്ങളുടെ മനസ്സിൽ വരുവാണെങ്കിൽ അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതായിട്ടും അതിന് താങ്ക് യു പറയുന്നതായിട്ടും നിങ്ങളുടെ എന്തൊക്കെയാണ് അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് RAS ആക്ടിവേറ്റ് ആവുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട്, അത് ഞാൻ ലിങ്കിലും ഡിസ്ക്രിപ്ഷനിലും ഇടാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുക. അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതായിട്ട്. അപ്പോൾ നമുക്ക് മൈൻഡ് ഓരോ ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചു തരും അത് കിട്ടാനായിട്ട്. ഓക്കെ, ആ റൈറ്റ് കാർ ഡീലറിൻ്റെ അടുത്ത് പോയി സംസാരിക്കാനും അതിനെക്കുറിച്ച് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാനും ഒക്കെ നമുക്ക് ഒരു ഇമ്പൾസ് വരും. ഓക്കെ, ആ ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു എന്താ പറയുക, ഒരു കോളിംഗ് വരും. അപ്പോൾ അതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ മഹത്വം. അപ്പോൾ എനിക്ക് കിട്ടുവാണാവോ, എനിക്ക് വാങ്ങാൻ പറ്റുവാണാവോ, എൻ്റെ ബഡ്ജറ്റിൽ ഫിറ്റ് ചെയ്യുവാണോ, എനിക്ക് ആ കളർ ഇഷ്ടമായില്ല, അങ്ങനത്തെ എനിക്ക് പറ്റിയ കളർ എപ്പോഴാണാവോ വരാൻ പോകണം, അതൊന്നുമല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് അതെനിക്ക് കിട്ടിയെന്നുള്ള ആ ഒരു, നിങ്ങൾ ആൾക്കാരോട് പറയുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുന്നു, നിങ്ങൾ അവർക്കൊരു ചെറിയ പാർട്ടി കൊടുക്കുന്നു, ആ കാറിൽ ഡ്രൈവിന് കൊണ്ടുപോകുന്നു. ഓക്കെ, അതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, താങ്ക് യു പറയുക, അതിന് താങ്ക് യു പറയുക. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ബെസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരെ കാറിൽ ഡ്രൈവ് ചെയ്യാൻ കൊണ്ടുപോകുന്നു, അതിന് താങ്ക് യു. ഓക്കെ, അവർക്ക് സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അമ്പലത്തിൽ പൂജിക്കാൻ കൊണ്ടുപോകുന്നു, അങ്ങനെ ഒരു കസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദൈവത്തിനോട് നന്ദി പറയുന്നു, അതിന് താങ്ക് യു പറയുക. അത് നിങ്ങൾ മനസ്സിൽ കാണുക, എന്നിട്ട് താങ്ക് യു പറയുക. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ്, whoever has gratitude will be given more and he or she will have abundance. ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ആർക്കാണ് നന്ദി ഏറ്റവും കൂടുതലുള്ളത് അവർക്ക് ഇനിയും അബണ്ടൻസിലേക്ക് പോകാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് സംതിങ് യു മസ്റ്റ് ഹാവ് ബിഫോർ യു റിസീവ്. ഇതാണ് അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ താങ്ക് യു പറയാം, അങ്ങനെയല്ല. നമുക്ക് ഓൾറെഡി കിട്ടി എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ താങ്ക് യു പറയണം. അപ്പോഴേ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറി അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, most people are grateful after they receive something good, but to make all your wishes come true and change your entire life by filling it with riches in every area, you must be grateful before and after. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ പറയാം. പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു മേജർ ഹെൽത്ത് ചാലഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. സർജറി മസ്റ്റാണെന്ന് ഒരു 3-4 ഡോക്ടേഴ്സെങ്കിലും പറഞ്ഞു. പക്ഷേ എനിക്ക് സർജറിക്ക് പോകാൻ ഭയങ്കര ഒരു ഭയവും എനിക്ക് വേണ്ടായിരുന്നു. അപ്പോൾ വേറെ ഡോക്ടറെ കാണിച്ചു. എനിക്ക് മരുന്നുകൾ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, മരുന്ന് കഴിക്കൂ എന്നുള്ള രീതിയിൽ. ഇപ്പം തന്നെ ഉടനടി സർജറി വേണ്ട, മരുന്ന് കഴിക്കൂ, നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മരുന്ന് പൂർണ്ണ വിശ്വാസത്തോടെ, ഓക്കെ, എൻ്റെ ബോഡി ഫുള്ളി ഹീൽ ചെയ്യാണ്, എനിക്ക് സർജറി വേണ്ടി വരില്ല. ആ സർജറി എന്നുള്ള വേർഡേ ഞാൻ മാറ്റി എൻ്റെ ഡിക്ഷണറിയിൽ നിന്ന്. എൻ്റെ ബോഡി പൂർണ്ണമായി ഹീൽ ചെയ്യാണ്, അതിന് ദൈവത്തിന് കണ്ടിന്യൂസ്ലി നന്ദി പറഞ്ഞു. ഓക്കെ, നന്ദി പറഞ്ഞു, പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ ബോഡി ഹീൽ ചെയ്യുന്നത്. ഈ മെഡിസിൻസ് കഴിച്ചിട്ട് നല്ല ഡോക്ടറാണ്, മെഡിസിൻസ് എന്തായാലും വർക്ക് ചെയ്യും. ആ ഒരു വിശ്വാസത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് കൂടെ എല്ലാം മരുന്നും എടുത്തു. മിറാക്കുലസ്ലി ദൈവത്തിൻ്റെ അനുഗ്രഹം കാരണം 3 months കഴിഞ്ഞ് ചെക്കപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ വളരെ പ്രോഗ്രസ് ഉണ്ടായിരുന്നു, സർജറി വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ ഷെയർ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഉറച്ച വിശ്വാസത്തോടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈവൻ യൂട്യൂബിൽ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഇതുപോലത്തെ സക്സസ് സ്റ്റോറീസ്, അതായത് എക്സാമ്പിൾസ്, അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെ മാറ്റം ക്രിയേറ്റ് ചെയ്തു, അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് 1-2 പേർക്ക് വർക്കൗട്ടായ കാര്യങ്ങളല്ല, കുറേ പേർക്ക് ഇത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഇഷ്ടത്തിന് പ്രൂഫുണ്ട് ഇൻ്റർനെറ്റിൽ. ഓക്കെ, ഗൂഗിൾ ചെയ്ത് നോക്കാം, യൂട്യൂബിൽ നോക്കാം. ഈ മാജിക്കിൻ്റെ സൈറ്റിൽ പോയാൽ തന്നെ സക്സസ് TV, സീക്രട്ട് TV എന്ന് പറഞ്ഞ സൈറ്റിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് കുറേ പേരുടെ
അസുഖം മാറിയതായിട്ടും അവരുടെ വിഷസ് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, through the act of being sincerely grateful for receiving your desire beforehand, you immediately form an image in your mind that you have it. നിങ്ങളത് നേടിക്കഴിഞ്ഞു, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണം? ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഇനി നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം വേണ്ട. ആ ഒരു സ്പേസ് എന്ന് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. അത് എപ്പോഴാണ് പറ്റുക? നിങ്ങൾ ഓൾറെഡി താങ്ക് യു എനിക്ക് ആ കാറ് കിട്ടിക്കഴിഞ്ഞു, താങ്ക് യു. ഓക്കെ, പക്ഷേ അതിനോടൊപ്പം ആക്ഷൻ എടുക്കണം. നിങ്ങളുടെ കാണേണ്ട ആൾക്കാരെ കാണണം, ഡീലേഴ്സോ ടെസ്റ്റ് ഡ്രൈവിന് പോയി ചെയ്യണം, എന്താണ് വേണ്ടത് വെച്ചാൽ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽത്ത് ചാലഞ്ച് ഉണ്ടെങ്കിലും കാണേണ്ട ഡോക്ടറെ നിങ്ങൾ കാണണം. എന്താണ് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അതിൻ്റെ കൂടെ താങ്ക് യു, ഇത് നടക്കുമോ ഇല്ലയോ, ആ ഡോക്ടർ എല്ലാവരും അടുത്തും ഇങ്ങനെ തന്നെ പറയാം. അങ്ങനെ ഒരു നെഗറ്റീവ് ടോക്കും ഇല്ലാതെ പൂർണ്ണ വിശ്വാസത്തിൽ സമർപ്പിച്ച് നിങ്ങൾ താങ്ക് യു പറയുക. ഓക്കെ, you will receive it, and it's not your job to figure it out. You don't try to figure out how it is going to keep you on ground when you go for walk. Okay, ഇപ്പോൾ നിങ്ങൾ വാക്കിന് പോവാണ്, നിങ്ങൾ ആലോചിക്കാറുണ്ടോ, അയ്യോ ഞാൻ വാക്കിന് പോകുമ്പോൾ വീഴുമോ, ഗ്രാവിറ്റി എന്നെ സപ്പോർട്ട് ചെയ്യുമോ, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലോ? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾ സുഖമായി വാക്കിന് പോകും അല്ലേ? അൺലെസ് നിങ്ങൾക്ക് വല്ല മുട്ടുവേനയോ കാലിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിലോ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ കെയർഫുള്ളായിട്ട് നടക്കും, വീഴുമെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും വാക്കിന് ഒരു 15-20 മിനിറ്റ്സ് വാക്ക് ചെയ്യുന്നു വരുന്നു. അപ്പോൾ അതേ വിശ്വാസത്തോടു കൂടി, ഇതൊരു എക്സാമ്പിൾ പറയണം, അതേ വിശ്വാസത്തോടു കൂടെ വേണം നിങ്ങൾ നിങ്ങളുടെ ഡിസയേഴ്സിനെ കാണാൻ. ഓക്കെ, അപ്പോൾ അത് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് വാട്ട് ഡു യു മോസ്റ്റ് വോണ്ട് റൈറ്റ് നൗ. ഇനി ആ കറക്റ്റ് ടെക്നിക്കിലേക്ക് നമുക്ക് കിടക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. At the beginning of this book, I asked you to get really clear about what you want in every area of your life. ആ എക്സസൈസ് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഓരോ ഏരിയ ഓഫ് ലൈഫിൽ, ഹെൽത്തിൽ, നിങ്ങളുടെ ഫൈനാൻസിൽ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ റിലേഷനിൽ, ഓക്കെ, നിങ്ങളുടെ ട്രാവൽ, നിങ്ങളുടെ സ്പിരിച്വൽ, ഇതിലെല്ലാം നിങ്ങൾക്ക് എന്താണ് കറക്റ്റായിട്ട് വേണ്ട 1-2 കാര്യങ്ങൾ നമ്മളെല്ലാവരും എഴുതി. ഇനി go to the list you created and choose your top 10 desires for this magical practice. അതിലത്തെ നമ്മൾ കുറേ എഴുതിയിട്ടുണ്ടാവും, അതിലത്തെ ടോപ്പ് 10 എടുക്കുക. ഓക്കെ, ടോപ്പ് 10 നമുക്ക് ഉടനടി വേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെയിറ്റ്, ആഗ്രഹിക്കുന്ന വെയിറ്റിലേക്ക് എത്തിക്കണം. നമ്മുടെ കരിയറിൽ നമ്മുടെ ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മന്ത്ലി ഇൻകം, മന്ത്ലി സെയിൽസ് ടാർഗറ്റ് ഇത്ര ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് 10 എടുക്കുക. ഓക്കെ, you might want to choose 10 desires in one area or really want to change such as work or success. ഓക്കെ, അപ്പോൾ ഇത് 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഒരു കാര്യം എടുത്തിട്ട് 10 ഡിസയർ. അപ്പോൾ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾക്ക് 10 കാര്യങ്ങൾ, എനിക്ക് വെയിറ്റ് ഇത്ര വേണം, എൻ്റെ BP ലെവൽ ഇത്രയായിരിക്കണം, എൻ്റെ കണ്ണുകൾക്ക് നല്ല കാഴ്ചശക്തി, ആ കണ്ണിൻ്റെ 6 ആണെന്ന് തോന്നുന്നു, ആ കാഴ്ചശക്തി അത്ര പെർഫെക്റ്റ് ആയിരിക്കണം, എൻ്റെ ഷുഗർ ലെവൽ ഇത്രയായിരിക്കണം. അത് ഡീറ്റെയിൽ ആയിട്ട് ഹെൽത്തിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ ജോലിയാണെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഈ ഒരു റോളായിരിക്കണം, എൻ്റെ സാലറി ഇത്രയായിരിക്കണം, എൻ്റെ വർക്കിംഗ് ടൈം ഇത്രയായിരിക്കണം, എൻ്റെ ജോലിയുടെ ലൊക്കേഷൻ എവിടെയായിരിക്കണം, അത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഏരിയാസ്, ഒരു 4 ഡിഫറെൻറ്റ് ഏരിയാസ് എടുത്തിട്ട് അതിൽ 2 കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് കറക്റ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, so that you can see the changes magically. Be very clear and specific about what you most want, so that you can see the changes magically happen from this practice. Imagine you're putting in a magic order with the universe for your top 10 desires, because in truth, by the law, that you get exactly what you're doing. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ പോകുന്നു, വലിയൊരു ഫാമിലി, നിങ്ങളുടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട്, എന്നിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഭയങ്കര സ്പെസിഫിക് ആയിരിക്കില്ലേ എന്താണോ വേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും ചൂടോടെ കൊണ്ടുവരണം, ചിലതാണെങ്കിൽ ഡെസേർട്ട് ആണെങ്കിൽ ഇപ്പോൾ വേണ്ട, നമ്മൾ പിന്നെ ഓർഡർ ചെയ്യാം, കഴിച്ചു കഴിയട്ടെ എന്നുള്ള സ്പെസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടാവുമോ, എനിക്കത് കിട്ടുവാണാവോ, ഞാൻ പറഞ്ഞത് ശരിയായോ? ഓക്കെ, നിങ്ങൾ പിന്നെയും ഹോട്ടലിൽ വിളിച്ചിട്ട് അയ്യോ സോറി എനിക്കിതല്ല, ഈ ഓർഡർ ക്യാൻസൽ ചെയ്ത് വേറെ ഇത് ചെയ്യൂ. കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അയ്യോ അല്ല എനിക്കിതല്ല വേണ്ടിയിരുന്നു, വേറെ, അങ്ങനെ നിങ്ങൾ ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ. മേ ബി ചില എക്സെപ്ഷണൽ കേസസിൽ നിങ്ങളുടെ ഇപ്പോൾ കുട്ടികൾ ചിലപ്പോൾ മാറ്റി പറയും, അയ്യോ എനിക്കിത് വേണ്ട, എനിക്ക് മറ്റേതാണ് വേണം.
അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് പെട്ടെന്ന് വേഗം മാറ്റും. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം 90% ഓഫ് ദ ടൈം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ വരുത്താറില്ല അല്ലേ. ആ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അവരോട് ചോദിക്കും എന്താണ് എങ്ങനെയാണത് ഉണ്ടാവുക, എന്നിട്ട് അത് പ്ലേസ് ചെയ്യുന്നു. നൗ അതുപോലെ നിങ്ങളുടെ ലിസ്റ്റ് എഴുതുകയാണ് ഡീറ്റെയിൽ ആയിട്ട്. എനിക്ക് ഇത് വേണം, ഇതിൽ ഹെൽത്തിൽ ഇത് വേണം, കരിയറിൽ ഇത് വേണം. ഓക്കെ, നൗ സിറ്റ് ഡൗൺ വിത്ത് എ പെൻ ആൻഡ് ജേർണൽ. ഓക്കെ, നിങ്ങൾക്ക് നോട്ട്ബുക്കിലും പെന്നിലുമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലും ടൈപ്പ് ചെയ്യാം. Create a separate list of your top 10 desires in the following way as though you have received them. ഇതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഡീറ്റെയിൽ ലിസ്റ്റ് ഓഫ് പോയിന്റ്സ് വായിക്കാം, അത് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ദിസ് ഈസ് എ മാജിക്കൽ തിങ്. നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്യുക, പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് കുറച്ച് ദിവസത്തിന് ഓക്കെ ഈ കാര്യത്തിൽ, വേറെ എല്ലാ കാര്യത്തിലും നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോജിക്കിനെ ഇത്തിരി മാറ്റി വയ്ക്കുക. ഇങ്ങനെ എഴുതുമ്പോഴേക്കും എനിക്ക് എൻ്റെ ആഗ്രഹം കിട്ടാൻ പോകില്ല, അങ്ങനെ ഒന്നും വിചാരിക്കാതെ നിങ്ങളിതെടുത്ത് ഒന്ന് എഴുതുക. ഓക്കെ, താങ്ക് യു ഫോർ, എന്നിട്ട് ആ ബ്ലാങ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫിൽ ചെയ്യാൻ ഉദ്ദേശിക്കുക. ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് യുവർ ഡിസയർ ആസ് ദോ യു ഹാവ് റിസീവ്ഡ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, thank you for the high marks in my exam results which got me into the exact college I wanted. Thank you for the great news that we are having a baby. Thank you for our dream home which has everything we wanted it to have down to the last detail. Okay, thank you for the amazing phone call with my dad that has improved our relationship. അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എഴുതുക. അതിൽ നന്ദി 3 പ്രാവശ്യം എഴുതണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഫീലിംഗ് വരുള്ളൂ അത് നടന്നതായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു 10 ഡിസയേഴ്സ് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഒരു ഡിസയർ ഞാൻ പറഞ്ഞ പോലെ ഒരു ഏരിയ എടുത്തിട്ട് അതിനെക്കുറിച്ച് 10 കാര്യങ്ങൾ എഴുതാം. ഓക്കെ, താങ്ക് യു എൻ്റെ ഷുഗർ ലെവൽ പെർഫെക്റ്റായി, എന്നിട്ട് ആ മെഷർമെൻറ്റ് എഴുതുക. താങ്ക് യു എനിക്കിപ്പോൾ ഈസിലി സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും പറ്റുന്നുണ്ട്. എൻ്റെ അതിലൊരു നെഗറ്റീവ് വേർഡും യൂസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, എനിക്ക് വേദനയില്ല അങ്ങനെയൊന്നും എഴുതരുത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വേർഡ്സ് മാത്രം ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു എൻ്റെ ഡ്രീം ജോലി, എൻ്റെ പെർഫെക്റ്റ് ജോലി ഞാൻ നേടിക്കഴിഞ്ഞു. Right? Thank you 3 times in a row is a powerful thing to do because it prevents you from throwing the words away and increases your focus of gratitude. അതാണ് ഞാൻ പറഞ്ഞത്. 3 പ്രാവശ്യം എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിങ്ങിലേക്ക് സംശയമില്ലാതെ പോവുള്ളൂ. Saying thank you 3 times is also a magic formula because it is a mathematical number of all new creation in the universe. ഇതിലൊരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ക്രിയേഷൻ നടക്കണമെങ്കിൽ അത് 3ൻ്റെ നമ്പറിലാണ്. നമ്മുടെ എന്താ പറയുക, എല്ലാ ബുക്സിലും എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 3 എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഒരു ക്രിയേഷൻ, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ 2 ആൾക്കാരും ആ കുഞ്ഞും, അതാണ് കംപ്ലീഷൻ അല്ലേ. 2 ആൾക്കാരുടെ യൂണിയൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് കുഞ്ഞ് റിസൾട്ടായിട്ട് വരുന്നു, അപ്പോൾ 3 ആൾക്കാരാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ് ടേക്സ് 1 male and female to create a baby. The male, female and the baby total 3 completing a new creation. The same rule of 3 applies to the creation of everything in the universe, including the creation of your desires. So when you say thank you 3 times in a row, you're using the magic number of creation and a secret magic formula. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൂടുതൽ ലോജിക് അപ്ലൈ ചെയ്യേണ്ട. ഇത് പലരും ടെസ്റ്റ് ആൻഡ് ട്രൈഡ് ഫോർമുലയാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ നടക്കുകയല്ലേ എന്നുള്ള സംശയത്തോടു കൂടി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ സാധ്യതയില്ല. സോറി ടു സേ ദാറ്റ്. പക്ഷേ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും. ഓക്കെ, ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് മേക്ക് ഓൾ യുവർ വിഷസ് കം ട്രൂ ഇൻവോൾവ്സ് സാച്ചുറേറ്റിംഗ് യുവർ ഡിസയേഴ്സ് വിത്ത് ഈവൻ മോർ ഗ്രാറ്റിറ്റ്യൂഡ്. You can complete the second step at any time during the day today, either at the same time as listing your top 10 desires or intermittently throughout the day. Okay, അപ്പോൾ second step എന്താ? Make all your wish come true involving saturating your desires. Okay? Okay. അപ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് റിമൈൻഡ് ചെയ്യാനുണ്ട്. അതായത് ഇതിന് മുന്നേ ചെയ്ത വീഡിയോസ്, അതായത് ടെക്നിക്സ്, നിങ്ങളത് പ്രാക്ടീസ് ചെയ്താലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആവുക. ഇത് വേണമെങ്കിൽ ഓതറിന്
നമ്പർ 1 ചാപ്റ്ററായിട്ട് ഇടാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് 12th ചാപ്റ്റർ? അതൊരു പ്രിപ്പറേഷനാണ്. നമ്മൾ വേറെ എല്ലാ കാര്യങ്ങൾക്കും താങ്ക് യു പറഞ്ഞ് നമ്മൾ ആ ഒരു ലെവലിൽ എത്തിയിട്ട്, അതായത് നമ്മൾ സെൻറ്റൻസസ് എഴുതാൻ പഠിക്കുന്നതിന് മുന്നേ, ഒരു പാരഗ്രാഫ്, ഒരു കോമ്പോസിഷൻ എഴുതാൻ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് വേണം? പ്രിപ്പറേഷൻ അല്ലേ? അതായത് പ്രിപ്പറേറ്ററി ലെവൽ. അതാണ് കിൻഡർ ഗാർഡനിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും എല്ലാ ആൽഫബറ്റ്സ് തറവും ആയിട്ട് ഒരു കുട്ടി പഠിച്ചിരിക്കും. അത് പ്രിപ്പറേഷൻ ലെവലാണ്. അപ്പോൾ അതുപോലെ ഒരു പ്രിപ്പറേഷൻ ലെവലാണ് ആദ്യത്തെ 10-11 ചാപ്റ്റേഴ്സ്. അത് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്താലാണ് ഈ ചാപ്റ്റർ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടാൻ സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് വേറൊന്നിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാതെ നമ്മൾ പെട്ടെന്ന് ഈ ഡിസയറിന് വേണ്ടി മാത്രം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് താരതമ്യേന കുറയും. കാരണം നമ്മൾ എല്ലാ ഏരിയാസിലും ആദ്യം താങ്ക് യു എഴുതിയിരിക്കണം, ചെയ്തിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ കൈൻഡ് റിക്വസ്റ്റ്, ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാം ആ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരിക. ഓക്കെ, എന്നിട്ട് ഈ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. Second step of make all your wishes come true involves saturating your desires with even more gratitude. അപ്പോൾ നമ്മൾ അതിലേക്ക് ഫോക്കസ്ഡ് ആക്കിയിട്ട് കൂടുതൽ സാച്ചുറേറ്റഡ് ഫീലിംഗിലേക്ക് കൊണ്ടുവരികയാണ്. അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇപ്പം നമ്മൾ വല്ല ജ്യൂസ് കലക്കുകയാണെങ്കിൽ ആ പഞ്ചസാര മുഴുവൻ അലിയണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കും അല്ലേ? അതുപോലെ നമ്മൾ കണ്ടിന്യൂസ്ലി ആ ഡീപ്പ് ഫീലിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കണം, എന്നിട്ട് ആ ഫീലിങ്ങിലോട്ട് വരണം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഇമോഷൻസ് ഡിഡ് യു ഫീൽ വെൻ യു റിസീവ്ഡ് യുവർ ഡിസയർ? അത് ലഭിച്ചപ്പോൾ, അതിനെക്കുറിച്ച് ഞാൻ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്തു. ആ നിങ്ങളുടെ ഡിസയർ ഫുൾഫിൽ ആയി കഴിഞ്ഞപ്പോൾ, നിങ്ങളുടെ ഡ്രീം സാക്ഷാത്കരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? ഓക്കെ, ചിലപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണീര് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം, നിങ്ങൾ ആർത്ത് വിളിച്ച് ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിലവിളിക്കുകയാണ്, എന്ത് വേണമെങ്കിലും ആകാം. ഓരോരുത്തരുടെ പേഴ്സണൽ ഇത് അല്ലേ? Who was the first person you told when you received your desire? How did you tell them? നിങ്ങളുടെ ആ മാജിക്കൽ ജോലി കിട്ടിയപ്പോൾ നിങ്ങൾ ആദ്യം ആരെയാണ് അറിയിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ആണോ? നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിനെയാണോ? ആരെയാണ് നിങ്ങൾ വിളിച്ച് പറയുന്നത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നത്, വിളിക്കുന്നത്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ഗ്രേറ്റ് തിങ് യു ഡിഡ് വെൻ യു റിസീവ്ഡ് യുവർ ഡിസയർ? നിങ്ങൾക്ക് ആദ്യം ആ ജോലി കിട്ടിയതും നിങ്ങളുടെ ഡിസയർ കിട്ടിയതും നിങ്ങൾ ആദ്യം എന്താ ചെയ്തത്? ഓക്കെ, അന്ന് നിലവിളിച്ചതാണോ, കരഞ്ഞതാണോ, ദൈവത്തിനോട് മുന്നിൽ ഓടിപ്പോയി താങ്ക് യു പറഞ്ഞതാണോ? എന്താണ് നിങ്ങൾ ആദ്യം ചെയ്തത്? ഇൻക്ലൂഡ് ആസ് മച്ച് ഡീറ്റെയിൽ ആസ് യു ക്യാൻ ഇൻ യുവർ മൈൻഡ്. ഈ ഒരു ഫീലിംഗിൽ വരുമ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഇംപ്രിൻ്റ് ആവുക. Finally, reread each desire and really emphasize the magic words thank you so that you feel them as much as you can. Move on to the second desire on your list and follow the steps for each desire. Until you have completed all 10 desires, spend at least 1 minute on each desire. Okay. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്, നിങ്ങൾ 10 ഡിസയേഴ്സ് എടുത്ത് ചെയ്യേണ്ട. ഓത്തർ ഇതിൽ എക്സ്പെർട്ടാണ്, അതുകൊണ്ട് 10 ഈക്വലി ഫോക്കസ് ചെയ്യാൻ പറ്റും. നമുക്ക് 10 ചിലപ്പോൾ നമുക്ക് എഴുതി ഒരു മടുപ്പ് വരാം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കുറഞ്ഞു വരാം. അപ്പോൾ എൻ്റെ സജഷൻ, ടോപ്പ് 1 പ്രയോറിറ്റി എടുക്കുക, അല്ലെങ്കിൽ മാക്സിമം 2, 1-2 ഡിസയറിൽ ഇത് അപ്ലൈ ചെയ്യുക. എന്നാലും നമ്മുടെ എനർജി ഫുള്ളായിട്ട് ഫോക്കസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ 10 എഴുതുമ്പോഴേക്കും നമുക്ക് 10th എത്തുമ്പോഴേക്കും നമ്മുടെ എനർജി ഒന്ന് ഡ്രെയിനായി പോകാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് ചെയ്യണവർക്ക് ഇതിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ അഹെഡ്, നോ പ്രോബ്ലം കേട്ടോ. If you want to do something that's really powerful and lot of fun, you can also create a magic board where you attach pictures of your desires. ഇതിനെ വേറൊരു രീതിയിൽ വിഷൻ ബോർഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പല വീഡിയോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ cut out the pictures and attach them to a board that's in a place where you see often. ഓക്കെ, ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ കൂടുതൽ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് അതിൽ എത്താനുള്ള എല്ലാ വഴികളും തുറന്നു വരും. ഓക്കെ, നമ്മുടെ RAS എന്ന് പറഞ്ഞ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഇൻ ദ ബ്രെയിൻ ഗെറ്റ്സ് ആക്ടിവേറ്റഡ് ആൻഡ് വിൽ ഷോ യു ഓപ്പർച്യൂണിറ്റീസ്. അതാണ് ഇതിൻ്റെ ബാക്കിലുള്ള രഹസ്യം. അതായത് നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് എത്തും. And place the magic words thank you in big bold letters on your magic board. അപ്പോൾ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിൽ പേസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ ഫോണിലോ ഡെസ്ക്ടോപ്പ് ആക്കി വെച്ചു. അത് മാത്രമല്ല, അതിൽ താങ്ക് യു എന്നുള്ള ഒരു ബിഗ് ആൻഡ് ബോൾഡായിട്ട് എഴുതണം. ഓക്കെ, ഓർ യു ക്യാൻ യൂസ് യുവർ റെഫ്രിജറേറ്റർ ആസ് യുവർ മാജിക്. ഇപ്പോൾ നമുക്ക് റെഫ്രിജറേറ്ററിൻ്റെ മേലെ മാഗ്നറ്റിക് സ്റ്റിക്കേഴ്സ് കിട്ടും അല്ലേ, മാഗ്നറ്റ്സ്. യൂഷ്വലി സൊവെനിയേഴ്സ് ആയിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഒരു കാര്യമാണ്.
അപ്പം അതുപോലെ താങ്ക് യു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് റെഫ്രിജറേറ്ററിൻ്റെ മുന്നിലും, അത് പക്ഷേ കഷ്ടമായിരിക്കും, അത് പ്രാക്ടിക്കലി ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൾട്ട്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു മാജിക് ബോർഡ് അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാം. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് പുറത്ത് ഒട്ടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കബേർഡ് ഡോറിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാം, ഒരു ചാർട്ട് പേപ്പറിൽ പിക്ചേഴ്സ് കട്ട് ചെയ്തിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വാൾപേപ്പർ ആക്കാം. ഇപ്പം നിങ്ങളുടെ പുതിയ ജോലിയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടും, നിങ്ങൾ ഇപ്പോൾ ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പിക്ചേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് ഒട്ടിക്കുക. എന്നിട്ട് താങ്ക് യു എന്നും നിങ്ങൾ അത് കാണുമ്പോഴൊക്കെ പറയണം, അവിടെ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ഇതൊരു എക്സ്ട്രാ അഡീഷണൽ ടെക്നീക്കാണ്. ആദ്യത്തെയാണ് മെയിൻ. അപ്പോൾ അങ്ങനെ ഈ ചാപ്റ്റർ നമ്മൾ എൻഡ് ചെയ്യണം. അറ്റ് ദി എൻഡ് അപ്പോൾ 2 മെയിൻ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഡിസയർ ലിസ്റ്റ് എടുക്കുക. അതിലത്തെ ടോപ്പ് 2, ഇതിൽ 10 പറയുന്നുണ്ട്, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് 1 or 2 ആസ് എ ബിഗിനർ. നിങ്ങൾ 1 or 2 ഡിസയർ എടുക്കുക. താങ്ക് യു 3 പ്രാവശ്യം നിർബന്ധമായിട്ടും എഴുതണം. എന്നിട്ട് എന്തിനും ആ ഫീലിംഗ് കൊണ്ടുവരാം. നിങ്ങൾ ഓൾറെഡി റിസീവ് ചെയ്തതായിട്ട് നിങ്ങളുടെ ഡ്രീം ജോബ്, ഐ ഗോട്ട് മൈ ഡ്രീം ജോബ്, അല്ലെങ്കിൽ ഐ പാസ്ഡ് ദി എക്സാം, ഇത് എക്സാമാണെന്ന് സ്പെസിഫൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് മെൻ്റലി ചോദിക്കുക. ഞാൻ ആരോടാണ് ആദ്യം ഇത് കണ്ടിട്ട് പറയുന്നത്, ഞാൻ ആരോടാണ് ഈ ഫീലിംഗ് ഷെയർ ചെയ്യുന്നത്, എനിക്ക് എങ്ങനെയാണ് ആദ്യം ഫീൽ ചെയ്തത്, ഞാൻ എന്താണ് ആദ്യം ചെയ്തത്, അത് ആലോചിച്ചെടുക്കാം. ഈ 3 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇടാം. ഓക്കെ, ഫൈനലി റീഡ് ദ സെൻറ്റൻസ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വായിച്ചിട്ട് താങ്ക് യു പറയാം. ഇത് നമ്മൾ ജസ്റ്റ് ഫുള്ളി നമ്മൾ ഇംപ്രിൻറ്റ് ചെയ്യുകയാണ് ഈ എല്ലാ പ്രാക്ടീസസും കൊണ്ട്. പിന്നെ നിങ്ങൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അന്നത്തെ ആലോചിച്ചെടുത്തിട്ട് താങ്ക് യു പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ കുറച്ച് എക്സ്റ്റെൻസീവ് പ്രാക്ടീസാണ്, പക്ഷേ മാജിക്കൽ പ്രാക്ടീസാണ്. ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യത്തെ 10 വീഡിയോസും നിങ്ങൾ കണ്ട ടെക്നിക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഇഫക്റ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് പറ്റുക. അപ്പം ഡയറക്റ്റ്ലി നമുക്ക് 8th സ്റ്റാൻഡേർഡിലേക്ക് അല്ലെങ്കിൽ 9th സ്റ്റാൻഡേർഡിലേക്ക് ചാടാൻ പറ്റില്ല. അതിൻ്റെ LKGയിൽ ആൽഫബറ്റ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ചാപ്റ്റേഴ്സാണ് ഇതിൻ്റെ LKG അല്ലെങ്കിൽ UKG. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ബ്രെയിൻ ആ ഒരു ഫ്രീക്വൻസിയിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ആ ഡിസയേഴ്സ് മാജിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുക. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ വീക്ക്. നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓൾറൈറ്റ്, താങ്ക് യു, ബൈ.